അല്ല, ഇതുവരെ ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള ആലോചനകളൊന്നും നടന്നതായിട്ട് എനിക്കറിയില്ല. അനൗദ്യോഗികമായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പാർട്ടി ഇന്ന് ഏറ്റവും കൂടുതൽ ഒന്നിച്ചു പോകേണ്ട ഒരു സന്ദർഭമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകേണ്ട ഒരു അവസരമാണ്. സാധാരണ പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പോകേണ്ട സമയമാണ്. മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് കോൺഗ്രസ്. പക്ഷേ അതൊന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയോ അസംബ്ലി തെരഞ്ഞെടുപ്പിനെയോ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോകേണ്ട ഒരു സന്ദർഭമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു നേതൃമാറ്റത്തിൻ്റെ ആവശ്യം ഇപ്പോൾ പാർട്ടിയിലുണ്ടോ? അല്ല, അത് വേണോ വേണ്ടയോ എന്നെല്ലാം പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അതിവിടെ ചർച്ച ചെയ്യേണ്ടോ ഇവിടെ തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമല്ല. KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചോ പാർട്ടി ഘടനയെ സംബന്ധിച്ചോ ഉള്ള തീരുമാനങ്ങൾക്ക് അന്തിമ തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിൻ്റേതാണ്. വെറുതെ ആവശ്യമില്ലാത്ത വാർത്തകൾ വന്ന് പാർട്ടി പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും പാർട്ടി വിശ്വാസികളുടെ പ്രയാസം ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വല്ല സർവേകളൊക്കെ വല്ലതും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വല്ല സർവേകളോ വല്ലതും നടക്കണ്ടോ? ഒരു 63 സീറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ അങ്ങനെയല്ല. സർവേ പ്രതിപക്ഷ നേതാവ് ഞാനും കൂടെ സംസാരിച്ചു. അദ്ദേഹം ഒരു സർവേ നടത്തിയിരുന്ന എന്നോട് പറഞ്ഞു. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരല്ലേ, നമുക്കറിയാമല്ലോ ഏത് സീറ്റുകളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം വാർത്തകൾ ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരുമിച്ച് പോകേണ്ട സമയമാണ്. പാർട്ടിയിൽ സമ്പൂർണ്ണമായ ഐക്യം ഊട്ടി ഉറപ്പിക്കേണ്ട സമയമാണ്. അതിനെ സംബന്ധിച്ച് ഒരു ആലോചനയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അൻവറുടെ കത്ത് എനിക്കും ലഭിച്ചു, എല്ലാവർക്കും കൊടുത്ത കത്തിൻ്റെ എനിക്കും ഒരു കത്ത് ലഭിച്ചു. പക്ഷേ UDF അതിനുശേഷം കൂടിയിട്ടില്ല, അതിനൊരു ചർച്ച ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്ന് അവിടെ സന്ദർശിക്കുന്നുണ്ട്, പുൽപ്പള്ളി ഞാൻ പോകുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് ഗവൺമെൻറ് ചെയ്യുന്ന കർഷകരോടും സാധാരണ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് വളരെ തെറ്റാണ്. ഇപ്പോഴാണ് അച്യുതാനന്ദൻ്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാവുന്നത്. കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തിയ അച്യുതാനന്ദൻ എടുത്ത നിലപാടുകളുടെ പറ്റി ആളുകൾ ആലോചിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത്. മഴനിഴൽ പ്രദേശമാണ്. അവിടെ കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ മുമ്പിലാണ് ഈ ഒരു എല്ലാ വിധത്തിലുമുള്ള മദ്യനിർമ്മാണങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് വലിയ തെറ്റായ തന്നെയല്ല. ഇന്നലെ രാജേഷ് മന്ത്രി ഒരു കാര്യം, ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. അദ്ദേഹം പാർലമെൻ്ററി കാര്യ മന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ചട്ടങ്ങളും നിയമങ്ങളും അറിയേണ്ട ആളല്ലേ. അഴിമതി ആരോപണമോ ഞങ്ങളെ അടിയന്തര പ്രമേയമായി കൊന്ന അപ്പം തന്നെ സ്പീക്കർ അത് നിഷേധിക്കും. കാരണം അടിയന്തര പ്രമേയത്തിൽ അങ്ങനെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്തുകൊണ്ട് ആവർത്തിച്ച് ചോദിക്കുകയാണ്, പാർലമെൻ്ററി കാര്യ മന്ത്രിക്ക് ഇതിനെപ്പറ്റിയൊന്നും ധാരണയില്ലേ, ധാരണ ഉണ്ടാകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവിടെ നടക്കുന്ന സമരം പ്ലാച്ചിമര സമരം പോലെ തന്നെ ഒരു സമരമാണ്. ഇന്ന് പാലക്കാട് DCC ആഭിമുഖ്യത്തിലാണ് വൈകുന്നേരം പരിപാടി. ഞാനതിൽ പങ്കെടുക്കുന്നുണ്ട്. 100% പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ മന്ത്രി രാജീവിനെ ഡാവോസിലേക്ക് അയച്ചിരിക്കുന്നു. പണ്ട് ഡാവോസിൽ ലോക ഉച്ചകോടി ഉമ്മൻചാണ്ടി പോയപ്പോൾ എന്ത് വിമർശനം നടത്തിയ ആളുകളാണ്. ഡാവോസിലെ ഉച്ചകോടി ഉമ്മൻചാണ്ടി പോയപ്പോൾ അതോടെ തന്നെ ഉമ്മൻചാണ്ടിക്ക് അപകടം ഉണ്ടാകുന്നത്. എന്തെല്ലാം വിമർശനങ്ങളാണ് ഇവർ നടത്തിയത്. അന്ന് MA ബേബിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ബോംബെയിൽ അതിന് ബദലായി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുകയാണ്. മന്ത്രി രാജീവ് ഡാവോസിൽ പോയിരിക്കുകയാണ്. പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അന്നെടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും തമ്മിൽ വളരെ വിചിത്രമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അല്ല, അവിടെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏതായാലും ഇവിടെ DCCയുടെ പ്രക്ഷോഭമാണ്. അവിടെ ശക്തമായ ജനങ്ങൾ മുഴുവൻ പദ്ധതിക്കെതിരാണ്, പഞ്ചായത്തെതിരാണ്. പഞ്ചായത്തിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടില്ല, അല്ല പഞ്ചായത്തിനോട് ചോദിച്ചിട്ടില്ല. മഴനിഴൽ പ്രദേശമാണ് അവിടെ. എന്നെ അത്ഭുതപ്പെട്ടത് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായമാണ്. ഇങ്ങനെയൊക്കെ ആളുകൾ പെട്ടെന്ന് നിറം മാറുമോ? പ്ലാച്ചിമട സമരത്തിന് മുന്നിൽ നിന്ന കൃഷ്ണൻകുട്ടി ഇപ്പം ഇവിടെ ജലക്ഷാമം ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട്. ഈ കൂത്താട്ടുകളും തട്ടിക്കൊണ്ടുപോലുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്കൊന്നും പോലീസ് പോയിട്ടില്ല. അത് ഏറെക്കുറെ നിശ്ചലമായ ഒരു അവസ്ഥയിലാണ്. കോൺഗ്രസ് എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും CPM-കാരായതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യത്തില്ല, അന്വേഷണം നടക്കത്തില്ല. പോലീസിൻ്റെ പ്രവർത്തനം വളരെ വിചിത്രമാണ് ഈ കാര്യത്തിൽ. ഏതായാലും ഇവിടെ മാർക്സിസ്റ്റുകാരല്ലാത്ത ആളുകൾക്കാർക്കും പോലീസിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഓരോ സംഭവങ്ങളും തെളിയിക്കും.